ആക്ച്വലി അച്ഛൻ എന്താ പ്രശ്നം? അച്ഛനും കുട്ടിക്കളിയും മെച്യൂരിറ്റി ഇല്ലായ്മയും ഇപ്പം തന്നെ 25,000 രൂപ നഷ്ടം. അതെന്തിനാ? സെവനപ്പിന്റെ കുപ്പിക്കാ സെവനപ്പ് കുടിച്ചിരുന്ന അതിനകത്ത് വിനാഗിരി ഒഴിച്ചു വെച്ചേക്കുവാ. മെഡിക്കൽ മിറാക്കിൾ. എന്നിട്ട് ആര് കുടിച്ചു? എന്റെ അമ്മായച്ചൻ ഇന്നലെ തന്നെ മാറി ഇന്ന് കരയുന്നു. ചോദിച്ചവൻ പറയുക കൊച്ചുമോന് കുണ്ട്രജോയി മേടിച്ചു കൊടുത്തപ്പോ എനിക്ക് മേടിച്ചു തന്നില്ലെന്ന്. അവസാനം ഞാൻ പൊക്കിയെടുത്ത് തോളത്തിട്ട് കടയിൽ കൊണ്ടുപോയിട്ടെ കോലുമുട്ടായെടുത്ത് വായിട്ട് കൊടുത്തപ്പോഴാ കളിച്ചിൽ നിർത്തിയത്. ഇപ്പൊ പുതിയൊരു ആവശ്യം സ്റ്റാൾ തുടങ്ങണമെന്ന്. വെറുതെ ഇരിക്കല്ലേ, ബിസിനസ് ഒക്കെ നല്ലതല്ലേ? അതാണ് അങ്ങേരെ ബിസിനസ്. 18 വയസ്സിന് താഴെയുള്ളവർ മാത്രം വന്നാൽ മതി. അതെന്താണെങ്കിൽ 18 വയസ്സിന് മുകളിലുള്ളതെല്ലാം മാത്രമല്ല ഈ പ്രായം കൂടുന്നതോറും ഉത്തരവാദിത്തങ്ങൾ കൂടുകയും. മോനെന്തിനാ കരയുന്നേ? ഇന്നലെ എനിക്ക് തരാതെ ഒറ്റയ്ക്ക് ഇന്ന് കിൻഡർ ജോയ് കഴിച്ചു. ഇന്ന് രാവിലെ തൊട്ട് രാത്രി വരെ നീ ഇന്ന് കരയണം. മിഠായി വേണമെങ്കിലേ നിന്റെ ഡാഡിയുടെ കാശ് മേടിച്ചോണ്ടുവാ. പൈസ അങ്കിള് കല്ല്. ഇതാണ് കല്ല് വെച്ചോണ. ഇവൻ പണ്ട് കൊറേ എന്നെ ഇതാണ് കല്ല് തീറ്റിച്ചതാ. അച്ഛൻ ഒരുമാതിരി വൃത്തിയുടെ കാണിക്കല്ലേ. ഇത്ര പ്രായമായില്ലേ അച്ഛന്? ഇപ്പോഴും കുട്ടികളെയും കളിച്ചുകൊണ്ട് നടക്കുക. ഇന്ന് തന്നെ അച്ഛനെ വൃദ്ധസ്ഥാനത്ത് കൊണ്ടാക്കും. ഡോക്ടറെ, ഇവന് കുഞ്ഞിലെ ഭയങ്കര കുസൃതിയായിരുന്നു. എന്നെ കല്ലൊക്കെ എടുത്തെറിയും. വേദനിച്ചാലും ഞാനതൊക്കെ ആസ്വദിച്ചിട്ടേ ഉള്ളൂ. ഇന്ന് എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവനതൊരു കുറ്റമാണ്. ശരിയാ, വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നതാണ് നല്ലത്. അവിടെ ആകുമ്പോൾ സംസാരിക്കാനെങ്കിലും ആരെങ്കിലും കാണുമല്ലോ. അതെ, മാതാപിതാക്കൾക്ക് എത്ര സ്നേഹമില്ലെന്ന് പറഞ്ഞാലും ഉള്ളിൽ അവർക്ക് സ്നേഹം കാണും. ഊണിത് വെച്ചോ, ആരെയും കാണിക്കില്ലേ. നീ കണ്ടോ അത്? കഥ പാട. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടി കൂടുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് സോഹ. ഇനി ഇപ്പൊ കല്യാണം കഴിഞ്ഞില്ലേ, നമുക്കിനി എന്താ അടി കൂടാ? എനിക്ക് ഇഷ്ടം കൂടുന്നോണ്ടല്ലേ സോഹ ഞാനിങ്ങനെ നുള്ളയും പിച്ചയും മാന്തയൊക്കെ ചെയ്യാം. നിന്റെ കൂടെ അടികൂടി എനിക്ക് ഇപ്പൊ സ്നേഹം കൂടുമ്പോ ആരെങ്കിലൊക്കെ ചവിട്ടാനും മാന്താനൊക്കെ തോന്നും. കഴിഞ്ഞ ദിവസം സ്നേഹം കൂടി ഞാൻ ചവിട്ടി. ഇത് മാന്താൻ, ഇത് തോണ്ടാൻ, ഇത് കുത്താൻ, അത് തിരിച്ചാൻ. നിനക്ക് അടികൂടിയാ പോരെ? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെല്ലൊക്കെ കഴിക്കാം. ആരാദ്യം കരയുന്ന അവര് തോറ്റിച്ച്. ഓക്കെ, ഇനി എന്റെ ടൈം. ഞാൻ കരഞ്ഞ് നീ ജയിച്ചോക്കെ ഞാൻ പറയാം കേട്ടോ. കാണിക്കല്ലേ പട്ടി നല്ല പറഞ്ഞ കുരങ്ങുന്നു. അയ്യോ, ഈ ചാമ്പയ്ക്ക പോലത്തെ മൂന്നയ്ക്കകത്ത് ആര് ചാമ്പ? അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ക്ഷമ പോയിക്കും. അവളച്ഛനെ വിളിക്കാൻ പറയോ? എന്റെ അടുത്തൊന്ന് പറയാനായിട്ട്. അവളൊന്ന് സ്നേഹിച്ചതാ. ആണോ സിറ്റുവേഷൻ അതാണ്. ചെക്ക് ചെയ്യാൻ ടൈം കിട്ടിയില്ല. അല്ല, നീ ആണാണോ തമാശ കളിയുന്ന രണ്ടും കൂടെ? സോറി എന്തോ പറ്റിയ? അതൊരു കുരിപ്പ്. അതൊരു പട്ടി അടിച്ചതാ. ആ പട്ടി വിളിക്കുന്നു. അമ്മ തന്നെ. ഈ കട്ടിലിന്റെ അടിയിൽ സ്ഥലം ഉണ്ടെങ്കിൽ തടാ, ഞാൻ ഒന്നും നോക്കൂല. റൂമിനകത്ത് സമാധാനമുള്ള സ്ഥലം കട്ടിന്റെ അടിയുള്ളൂ. അതും കളയണോ നിങ്ങക്ക്?